ഭാഗ്യജാതകം. രചന ഐഷ അക്ബർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എല്ലാവരും കഴിച്ചെഴുന്നേറ്റപ്പോഴേക്കും ശിവപാത്രങ്ങൾ ഓരോന്നെടുത്ത് കഴുകാനായി പോയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ജാനകി അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് അടുക്കളയുടെ തിട്ടുമേലിരുന്ന് ആഹാരം കഴിക്കുന്ന ശിവയെ കാണുന്നത്. അപ്പോഴേക്കും പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കള അത്രമേൽ വൃത്തിയോടെ കാണപ്പെട്ടിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിൽ പെട്ടെന്നാണ് ശിവ ജാനകിയെ കാണുന്നത്. വായിൽ വെച്ച ഭക്ഷണം നെറുകയിൽ കയറി. അപ്പോഴേക്കും ശിവ കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം ചുമച്ച് തുടങ്ങിയിരുന്നു. ജാനകി പെട്ടെന്ന് തന്നെ അവളുടെ തലക്ക് മുകളിൽ കൊട്ടിക്കൊടുക്കുന്നതോടൊപ്പം വേഗം തന്നെ കുറച്ച് വെള്ളമെടുത്ത് അവളെ കുടിപ്പിച്ചു. പതിയെ ഒന്ന് ശരിയായപ്പോഴാണ് അവൾ ജാനകിയെ നോക്കിയത്. നിറഞ്ഞു വന്ന മിഴികളാൽ അവൾ ജാനകിയെ നോക്കുമ്പോൾ അതിലെന്തൊക്കെയോ ഭാവങ്ങളുള്ളതായി ജാനകിക്ക് തോന്നി. സദാ നിർവികാരമായ ആ കണ്ണുകളിലുള്ള അപ്പോഴത്തെ ഭാവം കാണുകയെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ മനസ്സ് പറയുന്നില്ലയോ? ജാനകി അറിയാതെ തന്നെ അവരുടെ കണ്ണുകളിൽ അവളോടുള്ള വാത്സല്യം നിറഞ്ഞു തുടങ്ങിയിരുന്നു. ശരിയായോ? കുറച്ചേരം അവളെ തന്നെ നോക്കിയതിനു ശേഷമാണ് പതിഞ്ഞ സ്വരത്തിൽ ജാനകി അവളോട് ചോദിച്ച്. അവളെ ഏതോ ഓർമ്മയിൽ നിന്നെന്ന പോൽ പതിയെ തലകുലുക്കി. പിന്നീട് ഒരു സംസാരത്തിൽ നിന്നാൽ താൻ അവൾക്ക് മുമ്പിൽ കീഴടങ്ങുമോ എന്ന ഭയത്താലാവണം ജാനകി വേഗം അടുക്കള വിട്ടു പോകുന്നത്. അപ്പോഴും കണ്ടു പരിചയമില്ലാത്ത അമ്മയുടെ മുഖവും കേട്ട് പരിചയം മാത്രമുള്ള അമ്മയുടെ വാത്സല്യവും അവളെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. ജാനകി മുറിയിലേക്ക് പോകുമ്പോഴും അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന ശിവയുടെ മുഖമായിരുന്നു. അവൾ ആദ്യമായി താൻ കാണുന്ന ഒരു കല്യാണത്തിന് വെച്ചായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ തനിക്ക് അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വായാടി പെണ്ണായിരുന്നു നീതുവെങ്കിൽ വളരെ ഒതുങ്ങിക്കൂടിയ കുലീനത നിറഞ്ഞിരിക്കുന്ന ശിവയിലായിരുന്നു തൻ്റെ കണ്ണുകളുടക്കിയത്. വേണി ഒരിക്കലും താൻ ആഗ്രഹിച്ച പോലൊരു മരുമകളായിരുന്നില്ല. എന്നാൽ ശിവയെപ്പോലൊരു പെൺകുട്ടിയാണ് ആഗ്രഹിച്ചതെന്ന് അവളെ കണ്ടപ്പോഴേ മനസ്സ് പറഞ്ഞിരുന്നു. സമ്പത്തിനും മറ്റു കുടുംബ മഹിമയെക്കാളുമൊക്കെ ആദ്യം അവൾ ചേർന്നവളായിരിക്കുമെന്ന് പറഞ്ഞ് രഘുവേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ച് താനായിരുന്നു. അമ്മയില്ലാത്ത അവൾക്ക് അമ്മയാവാനും തൻ്റെ മനസ്സ് പാകപ്പെട്ടിരുന്നു. ഒരു ദിവസം ശങ്കരന്റെ വീട്ടിൽ ഒരുമിച്ച് പോയ ദിവസമായിരുന്നു രഘുവേട്ടൻ അവരോട് ഇക്കാര്യം സൂചിപ്പിച്ച്. ഏറെ സന്തോഷത്തോടെ അവരെ സമ്മതിക്കുമ്പോഴും അതിൽ ഒളിച്ചിരിക്കുന്ന ദുരന്തത്തെ തന്നോട് പറഞ്ഞ ലക്ഷ്മി തന്നെയായിരുന്നു. ഒന്നും മറച്ചു വെക്കാതെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങാൻ നേരം ലക്ഷ്മി ഇക്കാര്യം തന്നോട് അവതരിപ്പിച്ച്. ആകെ ആശയക്കുഴപ്പത്തിലായ താൻ എങ്ങനെ രഘുവേട്ടനോട് ഇക്കാര്യം പറയുമെന്ന് ആലോചിച്ച് ഉറക്കം പോലും നഷ്ടപ്പെട്ടു. രണ്ടും കൽപ്പിച്ച് താൻ ഇത് പറയുമ്പോൾ അദ്ദേഹം തന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. മാത്രമല്ല ഒരു വാക്ക് പറഞ്ഞു, ഇനി അത് മാറ്റാൻ തന്നെ കിട്ടില്ലെന്ന് ഉറച്ച് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞ തൻ്റെ തലക്കകത്ത് മുളച്ച ഒരു കുഞ്ഞു ബുദ്ധി മാത്രമായിരുന്നു നീതു. രഘുവേട്ടൻ ആദ്യോട് ശിവയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നീതുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഫലിപ്പിച്ചു താൻ. പിന്നെ രഘുവേട്ടന് മറ്റൊരു വഴിയുമില്ലായിരുന്നു. ആദിക്ക് നീതുവിനെ ഇഷ്ടമായെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ശിവയെന്നിലേക്ക് വലിച്ചെടുക്കാൻ കഴിയില്ലായിരുന്നു. രഘുവേട്ടൻ എത്ര ദിവസം ഇക്കാര്യത്തിന് തന്നോട് ദേഷ്യപ്പെട്ട് നടന്നു. എങ്കിലും ഒരു ജാതകദോഷക്കാരിയെ എൻ്റെ മോനെ തറയിലാക്കാൻ എനിക്ക് മനസ്സ് വന്നിരുന്നില്ല. ഞങ്ങൾ ശിവയല്ല നീതുവിനെയാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾക്കുള്ളിലെ കള്ളത്തനം മനസ്സിലായെന്ന് വണ്ണം അവരുടെ എല്ലാ മുഖങ്ങളിൽ ദുഃഖം പടർന്ന് താൻ കണ്ടിരുന്നു. ശിവയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പിന്നീട് ഒത്തിരി പ്രാവശ്യമൊന്നും താൻ അങ്ങോട്ട് പോയിട്ടുമില്ല. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു. വിധി അവൾ ആദിയിലേക്ക് ചേർത്ത് വെച്ചു. ഒരു നെടുവീർപ്പോടെ ജാനകി കട്ടിലിൽ കിടന്നു. ഇന്ന് അവളുടെ പ്രവൃത്തികൾ പലതും കാണുമ്പോൾ താൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അവളിൽ ആ ജാതകദോഷം ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. അവളിലേക്ക് മനസ്സ് ചായുന്ന അത്രയും അവളുടെ ദോഷം മനസ്സിൽ ഭീതി നിറക്കുകയാണ്. രാവിലെ മുറിയിലേക്ക് കടന്നു വരുന്ന കാണുമ്പോഴേ വേണിയുടെ മനസ്സിൽ പേടി തുടങ്ങിയിരുന്നു. അവളോടുള്ള ദേഷ്യം അവന്റെ മുഖത്തെ ഗൗരവത്തിൽ നിന്നും അവൾ കളന്നെടുക്കാൻ കഴിഞ്ഞിരുന്നു. രാഹുലേട്ടാ, അവൾ ആർദ്രമായി അവനെ വിളിച്ചു. മിണ്ടരുത് നീ, എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തില്ലേ? ശിവ ഉണ്ടാക്കിയ ഭക്ഷണം നിന്റെയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മാത്രം വിഡ്ഢിയാണോ നീ? അതുകൊണ്ട് നിനക്കെന്ത് കിട്ടി? രാഹുൽ അവിടെ നേർക്ക് അലറുകയായിരുന്നു. അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞെങ്കിലും അവളുടെ പരമാവധി അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ സത്യ രാഹുലേട്ടാ. അച്ഛൻ ചോദിച്ചാൽ ആ ഒന്നൊഴികെ ബാക്കിയെല്ലാം ഞാനുണ്ടാക്കിയത് തന്നെയാ. അവൾ ദയനീയമായി അത് പറയുമ്പോൾ രാഹുൽ അവളെ നോക്കി. പിന്നെന്താ നീ അത് അപ്പ പറയായിരുന്നു? അച്ഛൻ പറഞ്ഞ പോലെ അഭിനന്ദനങ്ങളെക്കാൾ വലിയ മൂല്യം എൻ്റെ മനസ്സിലുണ്ട്. ഒന്നും പിടിച്ചു വാങ്ങി എനിക്ക് താല്പര്യമില്ല രാഹുലേട്ടാ. അവൾ സങ്കടം അഭിനയിച്ചുകൊണ്ട് അത്രയും പറഞ്ഞിരുത്തുമ്പോഴേക്കും രാഹുൽ അത് വിശ്വസിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു ദുഃഖം നിഴലിച്ചിരുന്നു. അവസാന നിമിഷം വരെ ശിവ സത്യം തുറന്നു പറയുന്ന ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവൾ വാക്കുകൾ മുഴുവനാക്കാതെ സങ്കടം അഭിനയിച്ച് നിന്നു. ആര് പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൈപ്പുണ്യം ഞാൻ പറയട്ടെ. അസാധ്യമായ രുചിയുണ്ടായിരുന്നു ഓരോന്നിനും. അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അതിലേറെ സഹതാപത്തോടെ രാഹുൽ അത് പറയുമ്പോൾ വേണിക്ക് മനസ്സുകൊണ്ട് അത്ര വലിയ സന്തോഷമൊന്നുമില്ലെങ്കിലും അവൾ വെറുതെ ഒന്ന് ചിരിച്ചു. രാഹുലിന് ശിവയോടുള്ള വെറുപ്പിൻ്റെ ഒരു കുഞ്ഞുമുള്ള് ഇതിനോടകം തറച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിതയായത് ഓർക്കും തോറും ശിവയോടുള്ള ദേഷ്യം വേണിയുടെ മനസ്സിൽ ആളി കത്തുകയായിരുന്നു. അത്താഴം കഴിഞ്ഞ് അടുക്കള ഒതുക്കി വെച്ച് കഴിഞ്ഞതും ജഗ്ഗിൽ വെള്ളവുമായി മുറിയിലേക്ക് പോകുമ്പോൾ ആദി വരാന്തയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ മുറിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ആദിയും അകത്തേക്ക് കയറി. നീളം മുടി ചീകി ഒതുക്കുന്ന അവളെ നോക്കി വാതിലിനോട് ചാരി അവൻ നിന്നു. കൈ രണ്ടും നെഞ്ചിൽ കെട്ടി തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന അവനെ അവളൊന്ന് നോക്കി. പുരികമുയർത്തി അനുവിന് നേരെ അവൾ ചോദ്യമറിഞ്ഞു.
അപ്പോഴും ഒരു കൈകൊണ്ട് മുടിയിഴകളിലൂടെ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവനൊന്നും മിണ്ടാതെ അതേ നിൽപ്പ് തുടർന്നു. അവൾ പിന്നീടൊന്നും പറയാതെ തിരിഞ്ഞു നിന്നു. അപ്പോഴും അവൻ അതേ നിൽപ്പ് തന്നെയായിരുന്നു. അവന്റെ നോട്ടം അവൾക്ക് അസഹനീയമായി തോന്നിയപ്പോൾ അവൾ വീണ്ടും തിരിഞ്ഞു. എന്താ? വീഴുന്ന മിഴികൾ ഒന്നുകൂടി വെളുത്തി അവളത് ചോദിക്കുമ്പോൾ അവൻ നെഞ്ചിൽ കെട്ടിയ കൈകൾ വിട്ടു. അപ്പൊ തമ്പുരാട്ടിക്ക് മിണ്ടാനറിയാം അല്ലേ? അവൾ എന്തെന്ന ഭാഗത്തിൽ അവനെ നോക്കി. ഇന്ന് നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ അംഗീകാരം ഏടത്തി പിടിച്ചു വാങ്ങിയപ്പോഴും നീ നാവ് കണ്ടിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ കരുതത് വായിന്ന് കൊഴിഞ്ഞുപോയെന്ന്. അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് അവനിൽ നിന്ന് തലവെട്ടിച്ച് വീണ്ടും മുടി മെടഞ്ഞു തുടങ്ങി. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അച്ഛൻ ചോദിച്ചില്ലെങ്കിൽ നീ ചെയ്ത ആരെങ്കിലും അറിയായിരുന്നു? ചോദിക്കുമ്പോൾ അവന്റെ വാക്കിൽ നീരസം പ്രകടമായിരുന്നു. അറിഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി? കൈകളെ ഒരു നിമിഷം നിശ്ചലമാക്കി തിരിഞ്ഞു നോക്കാതെ തന്നെയാണ് അവളത് ചോദിച്ചത്. ആദിക്ക് ദേഷ്യം വന്നു. അവളുടെ കൈകളിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി. ഇപ്പോഴൊന്നും കിട്ടിയില്ല എന്നുള്ള സത്യം തന്നെയാണ്. എന്നാൽ എപ്പോഴും അങ്ങനെ ആവില്ല. മനസ്സിലുള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നത് ജീവനായിരിക്കും, അല്ലെങ്കിൽ ജീവിതമായിരിക്കും. അർത്ഥം വെച്ച് അവനത് പറയുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്തോ ഒരു കനലിനെ അവൻ ചെയ്യുന്നതായി അവൾക്ക് തോന്നി. എന്നാൽ അവൾക്കുള്ളിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവന്റെ മിഴികളിലേക്ക് നോക്കി അവൾ നിശ്ചലമായത്. എന്നാൽ അതേസമയം അവളിന്റെ സ്വന്തമായതിന് പിറകെയുള്ള അവളുടെ ന്യായീകരണങ്ങൾക്കായി അവന്റെ ഹൃദയം വല്ലാതെ തേങ്ങുന്നുണ്ടായിരുന്നു. നീതു ശിവയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തിന്റെ ഒരു മൂലയിലേക്ക് ഒതുക്കി നിർത്തി ശിവക്കായി അവൻ കാതോർത്തു. ദേഷ്യമോ സങ്കടമോ എന്നറിയാത്ത ആ മിഴികളിൽ നോക്കി അവൾ നിർവികാരിയായി നിന്നതല്ലാതെ അവൾക്കൊന്നും പറയാനില്ലായിരുന്നു. അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞു. മനസ്സ് വല്ലാതെ തളർന്നു പോയിരുന്നവന്റെ കട്ടിലിന് ഓരം ചേർന്നിരുന്ന് അവൻ തലക്ക് കൈവച്ചിരുന്നു. മെടഞ്ഞ മുടിയുടെ അറ്റം കെട്ടിവെച്ച് ജഗിലുള്ള വെള്ളം അവന്റെ അരികത്തായി അവൾ കൊണ്ടുവച്ചു. അവന്റെ മനസ്സറിഞ്ഞെന്ന പോൽ അവളുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം അതെടുത്ത് കുടിച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണ്ട, എനിക്ക് കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്, നാളെ പുലർച്ചെ ഞാൻ പോകും. ശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരുന്ന പോലെ തോന്നിയെങ്കിലും അവയെ പുറത്തു വരുത്താതെ അവൾ കട്ടിലിരുന്നു. അവന്റെ വസ്ത്രങ്ങൾ ഓരോന്ന് എടുത്തു വെക്കുമ്പോൾ സഹായത്തിന് അവളും കൂടെ ഉണ്ടായിരുന്നു. അവന്റെ സാധനങ്ങൾ അവനേക്കാൾ മനോഹരമായിട്ട് അറിയുക അവൾക്കായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓരോന്ന് എടുത്തു വെച്ചു. എല്ലാം എടുത്തു കഴിഞ്ഞ് അവൾ കട്ടിലിന് ഓരത്തായി കിടന്നു. ഒരു മുറിയിൽ കഴിഞ്ഞിട്ടും ഒരു വേർപിരിയലിന്റെ ദുഃഖം പോലും അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നത് അവൻ നൊമ്പരത്തോടെ ഓർത്തു. എന്തിനോ അവന്റെ ഹൃദയം ആഴത്തിൽ മുറിപ്പെടുന്നുണ്ടായിരുന്നു. അവൻ എഴുന്നേൽക്കുമ്പോഴും അവൾ ഉറക്കത്തിലായിരുന്നു. അവൻ കുളിക്കാനായി കുളിമുറിയിലേക്ക് കയറിയതും അവൾ വെറുതെ അടച്ചു വെച്ചിരുന്ന മിഴികളെ പതിയെ തുറന്നു. അവൻ പോവുകയാണെന്ന് പറഞ്ഞു മുതൽ ഹൃദയത്തിൽ നിറഞ്ഞ അസ്വസ്ഥത അവൾ ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ലായിരുന്നു. അവൻ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ കട്ടിലില്ലായിരുന്നു. അവൻ മുടിയിലെ വെള്ളം തുടക്കുന്നതോടൊപ്പം ചുറ്റുമെന്ന് നോക്കി. ആവി പാറുന്ന ചായക്കപ്പോടുകൂടി അവൾ മുറിയിലേക്ക് കടന്നു വന്നു. അവളത് അവന്റെ അരികിലെ മേശമേൽ വെച്ച്. അവനത് കാണാത്ത ഭാഗത്തിൽ ഒരുങ്ങി തുടങ്ങി. അവളുടെ കണ്ണുകൾ അപ്പോഴും മേശമേലിരിക്കുന്ന ചായക്കപ്പിലേക്കായിരുന്നു. സാധാരണ അവന് ചായ കിട്ടിയാൽ അത് ചൂടാറുന്നതിന് മുമ്പേ കുടിച്ചിട്ടാണ് മറ്റെന്തിനും നിൽക്കാറുള്ളത്. അവളുടെ കണ്ണുകൾ അവനിലേക്കും പിന്നെ ചൂട് കുറയുന്ന ചായയിലേക്കും മാറി മാറി നോക്കി. അവൻ കാണുന്നുണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ നിന്നു. ചായ കുടിക്കുന്നില്ലേ? എല്ലാം കഴിഞ്ഞ് മുടി ചീവാൻ നിന്നിട്ടും അവനത് എടുക്കാഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത്. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. എനിക്കാണോ? അവൻ സംശയബാധിൽ ചോദിച്ചു. മുഖത്ത് നോക്കാതെയാണ് അവളത് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു മേശക്കാവുന്നു. അവൻ ചെറുതായൊന്ന് ചിരിച്ചു. അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. എനിക്കാണെങ്കിൽ ഒന്നുകൂടി ചൂടാക്കിയിട്ട് വാ. ചായക്കപ്പെടുത്ത് അവൾക്ക് നേരെ അവനെ നീട്ടി. സങ്കടങ്ങളും സന്തോഷങ്ങളും അടക്കം വികാരങ്ങളെ മുഖത്ത് പ്രകടിപ്പിക്കാത്ത അവൾ കണ്ടിരുന്നു തന്നോടുള്ള ദേഷ്യങ്ങളെ മാത്രമായിരുന്നു. അതത്രമേൽ മനോഹരമായതുകൊണ്ടാവാം താൻ അവളെപ്പോഴും ചൊടിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ ചായ ചൂടാക്കി വന്നപ്പോഴേക്കും അവൻ ബാഗുമെടുത്ത് താഴെ എത്തിയിരുന്നു. എവിടെയും വെക്കാതെ തന്റെ കൈകളിലേക്ക് അവൾ ചായക്കപ്പ് നീട്ടിയപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു. ആരും എഴുന്നേൽപ്പിക്കുന്നില്ല. ഇന്നലെ രാത്രി പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇനി നീ പറഞ്ഞാൽ മതി. ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പ് തിരികെ കൊടുത്തുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. അവളുടെ കണ്ണുകളിൽ അപ്പോഴും നിർവികാരത നിറഞ്ഞിരുന്നിരുന്നു. അവന് പിന്നീടൊന്നും മിണ്ടാൻ തോന്നിയില്ല. അവൻ പോകുന്ന നോക്കിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ എവിടെയെങ്കിലും ഒരു നോവുണ്ടോ എന്നവൻ തിരഞ്ഞു. അവൻ പോയി കഴിഞ്ഞതും എന്തോ ഒരു ശൂന്യത അവളിൽ പൊതിഞ്ഞു നിന്നു. ആദ്യമായി ആ വീട്ടിൽ ഒറ്റക്കായതുപോലെ തോന്നിയവൾക്ക് അവൻ തനിക്ക് ചുറ്റും നെയ്തു വെച്ചതൊരു ലോകമാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതായി തോന്നിയിരുന്നു ശിവയ്ക്ക്. മുഖം കനപ്പിച്ച് നിൽക്കുന്ന വേണിക്കും മിണ്ടാൻ താല്പര്യമില്ലാത്ത മട്ടിൽ നിൽക്കുന്ന ജാനകിക്കുമിടയിൽ അവൾക്കൊരു ആശ്വാസമായത് സ്നേഹത്തോടെ സംസാരിക്കുന്ന രഘു മാത്രമായിരുന്നു. ആദ്യം തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ കൂടി അവന് വേദനിപ്പിക്കാൻ കഴിയില്ലെന്നത് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവനെന്ന ശൂന്യത അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. പടിഞ്ഞാറേ മുറ്റത്തായ ഒരു കുഞ്ഞു വേപ്പിൻ തയ്യ് ജാനകി കുഴിച്ചിട്ടിരുന്നു. അതൊന്ന് വേരുറച്ച് ഇലവരുന്ന കാണാൻ അതിന് വെള്ളം നനച്ചും വളമിട്ടും ജാനകി കാത്തിരിക്കുകയാണ്. അതിനു ചുറ്റും തടമെടുത്ത കല്ലുകൾ നീക്കി വൃത്തിയാക്കി ശിവ മുറ്റമടിക്കുന്ന മുകളിൽ നിന്ന് വേണി കാണുന്നുണ്ടായിരുന്നു. വേണിയുടെ മനസ്സിൽ ശിവയോടുള്ള വെറുപ്പിൽ നിന്നും ചെറിയൊരു പ്രതികാരാഗ്നി ഉടലെടുത്തു.
അടിച്ചു വാരിയ ശേഷം കല്ലുകൾ വൃത്തിയാക്കി നീക്കി വെച്ച് അല്പം വെള്ളം കൂടി ഒഴിച്ചാണ് ശിവ അവിടെ നിന്നും പോകുന്നത്. ശിവാകത്തേക്ക് കയറിയതും വേണി ആരും കാണാതെ ആ വേപ്പിൻ തൈക്ക് മുകളിൽ വലിയൊരു കല്ല് വെച്ചു. നിവർന്നു തുടങ്ങിയ ചെടിയാകെ ഒടിഞ്ഞ് താഴേക്ക് വീണിരുന്നു. പിന്നെ പതിയെ ആ കല്ലെടുത്ത ശേഷം ഒന്നറിയാത്ത പോലെ അകത്തേക്ക് കയറി. ജാനകി എന്തോ ആവശ്യത്തിനായി അങ്ങോട്ട് ചെന്നപ്പോഴാണ് വീണ് കിടക്കുന്ന വേപ്പിൻ തൈ കാണുന്നത്. ചെടികളോട് ഏറെ പ്രിയമുള്ള ജാനകിക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വേണി, ജാനകി വിളിക്കുന്ന കേട്ടപ്പോഴേ വേണിക്ക് കാര്യം മനസ്സിലായിരുന്നു. അവൾ ഉള്ളിലൂറി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു. കാര്യമെന്തെന്നറിയാതെ അവൾക്ക് പിറകെ ശിവയും. വേപ്പിൻ തൈക്കരികിലേക്ക് എത്തിയതും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് വേണി വാപ്പത്തി. അതുകൊണ്ട് ശിവയുടെ മുഖവും മാറിയിരുന്നു. ജാനകിക്ക് അത് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു. ആരാ ഇത് ചെയ്ത്? ജാനകി രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അവളല്ലാത്തതുകൊണ്ട് തന്നെ ശിവയൊന്നും മിണ്ടാതെ നിന്നു. ഞാനല്ല അമ്മേ, ഞാനിപ്പോഴല്ലേ ഇങ്ങോട്ട് വരുന്നതന്നെ. വേണി സങ്കടത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ സ്വാഭാവികമായും ചോദ്യം ശിവയിൽ തറഞ്ഞു നിന്നു. ജാനകിയും വേണി അവളെ നോക്കി. എന്തിനാ ശിവ നീ അത് ചെയ്ത്? മുറ്റമടിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അവൾ കണ്ണുകൾ വിടർത്തി വേണി നോക്കി. നിങ്ങളത് കണ്ടോ? ശിവ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ഇടക്കേറി കണ്ട പോലെ പറയുന്ന വേണിയെ അവൾ കനപ്പിച്ചോ നോക്കിയാണ് ചോദിച്ചത്. ശിവയുടെ ചോദ്യത്തിൽ വേണിയൊന്ന് ചൂളി. നീ അവളെ നോക്കി പേടിപ്പിക്കണ്ട, നീ അല്ലാതെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ജാനകി അത് പറയുമ്പോൾ ശിവ അമ്പരന്ന് ജാനകിയെ നോക്കി. വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ചെയ്തില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. ഗൗരവത്തോടെ യാതൊരു കൂസലുമില്ലാതെ പറയുന്നവളോട് ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആരെയും വിലയില്ലാത്തവൾക്ക് എന്തോ ആവാലോ, അഹങ്കാരം. അല്ല എന്താ, നിനക്കെല്ലാം നശിപ്പിക്കാനല്ലേ അറിയൂ, അതിന് കെട്ടിയെടുത്തല്ലേ നിന്നെ ഇങ്ങോട്ട്. ജാനകി ദേഷ്യം കൊണ്ട് വിറച്ചു. ശിവയുടെ ഹൃദയത്തിന്റെ കോണിലെ മുറിവിൽ നിന്നും രക്തം പൊടിഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും അവൾ അതേ നിൽപ്പ് തുടർന്നു. ഇത്രയും ചെയ്തു വെച്ചിട്ട് ആരെയും പേടിയില്ല, ഒന്നിനെയും കൂസലുമില്ല. ജാനകി അവളുടെ മുഖത്തടിച്ച പോലെ അത്രയും പറഞ്ഞു നിർത്തി. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. വാക്കുകളിലും നോക്കുകളിലും അല്പം പോലും പതർച്ചയില്ലാത്തത് ജാനകിയെയും വേണി ഒരുപോലെ അമ്പരപ്പിച്ചിരുന്നു. അവളുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും കണ്ണുകൾ നിറയായതൊക്കെ കേട്ടു നിൽക്കാൻ കഴിയില്ലെന്ന് വേണിയുടെയും ജാനകിയുടെയും ഉള്ളിൽ ഒരുപോലെ തോന്നിയിരുന്നു. എന്താ അവിടെ ഒരു ബഹളം? രഘുവിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം എല്ലാവരിലും തറച്ചു കയറി. എന്താണെന്നാ ചോദിച്ചത്? ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ടാണ് രഘുവിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. അതച്ചാ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആ വേപ്പിൻ തൈ ശിവ. ഞാനൊന്നും ചെയ്തിട്ടില്ല. വേണി പറഞ്ഞു മുഴുവനാക്കും മുന്നേ ശിവയുടെ ശബ്ദം അവയെ തടഞ്ഞു നിർത്തി. രഘു ഒന്ന് നെടുവീർപ്പെട്ടു. കാര്യങ്ങളുടെ കിടപ്പ് അയാൾക്ക് അപ്പോഴേക്കും മനസ്സിലായിരുന്നു. ജാനകി, നീയാണത് നശിപ്പിച്ച്? ഞാനോ? ജാനകി കണ്ണുകൾ ഉയർത്തി രഘുവിനെ നോക്കി. ഞാനെന്തിനാ ചെയ്യുന്ന രഘുവേട്ടാ? ചോദ്യം ദയനീയമായിരുന്നു. ശരി, നീയല്ല, വേണിയോ ശിവയോ ചെയ്യുന്ന നീ കണ്ടിരുന്നോ? ജാനകി മുഖം കുനിച്ചു. ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. അപ്പൊ പിന്നെ ഒരു സംസാരത്തിനൂടെ സാധ്യതയുണ്ടോ ജാനകി? ഇനി ഇവരങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ കൂടി നീ അവരുടെ അമ്മയല്ലേ? മക്കളുടെ തെറ്റുകൾ അമ്മയേക്കാൾ പുറത്തു കൊടുക്കാൻ മറ്റാർക്കാ കഴിയാ? ജാനകിയൊന്നും മിണ്ടിയില്ല. ജാനകി, നീ എനിക്കൊരു ചൂട് ചായ എടുത്തു വെക്കുവോ? ജാനകി അടുക്കളയിലേക്ക് തിരിഞ്ഞു. ശിവ, അച്ഛൻ്റെ ചെരുപ്പൊന്ന് എടുത്തു തരുമോ? തലകുലുക്കി ശിവ അതിനായി നടന്നു. വേണിയൊന്ന് ഇരുത്തി നോക്കി രഘു അകത്തേക്ക് കയറി. രംഗം വിചാരിച്ചത്ര വഷളാക്കാൻ കഴിയാത്തയിൽ വേണിക്ക് ദേഷ്യം വന്നു. അച്ഛനിടപെട്ട് അത് വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ അടുത്ത അവസരം തീർച്ചയായും അച്ഛനില്ലാത്ത സമയത്തായിരിക്കണമെന്ന് അവൾ കണക്കുകൂട്ടി. മുറി അടിച്ചു വാരി വൃത്തിയാക്കുന്നതിനിടയിലാണ് ആദിയുടെ പുസ്തകങ്ങൾ നിറച്ചു വെച്ച അലമാര അവൾ തുറന്നത്. പൊടി പിടിച്ച് ഇടയ്ക്കായിരുന്ന അവയെ വൃത്തിയാക്കാനായി അവൾ ഒരുങ്ങി. അവന് കിട്ടിയ സമ്മാനങ്ങളെല്ലാം ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പൊടി പിടിച്ച അവയിൽ ചിലതെല്ലാം തുരുമ്പെടുത്തിട്ടുമുണ്ട്. അവളെല്ലാം തുടച്ച് വൃത്തിയാക്കി വീണ്ടും അവിടെ വെച്ചു. പൊടി പിടിച്ച പുസ്തകങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട് പൊടി തട്ടിയെടുക്കുമ്പോഴാണ് അതവിടെ കണ്ണിൽപ്പെട്ടത്. ഒരു കോളേജ് മാഗസിൻ. അതിന്റെ പുറംഭാഗത്ത് ധാരാളം നിറങ്ങളിൽ ചാനിച്ച ഒരു രൂപമുണ്ടായിരുന്നു. അതിൽ നിറഞ്ഞ വർണ്ണങ്ങൾ അവളുടെ ഹൃദയത്തിലെ ചിത്രങ്ങളിലായിരുന്നു. ഓർമ്മച്ചെപ്പ് എന്ന പേരുള്ള ആ മാഗസിൻ എടുക്കുമ്പോൾ അവളുടെ ഓർമ്മകളുടെ ചെപ്പുകൾ കൂടി തുറക്കുകയായിരുന്നു. ഓരോ താളുകളും മറിക്കുമ്പോൾ ആ ദിനങ്ങൾ ഓരോന്ന് അവളിലേക്ക് ഒഴുകിയെത്തി. അവസാനം അവളുടെ മിഴികൾ തങ്ങി നിന്നത് 19ാമത്തെ പേജിൽ എഴുതി ചേർത്ത ഒരു ലേഖനത്തിലായിരുന്നു. അത് അവസാനിക്കുന്ന ഭാഗത്ത് ആദിത്യൻ എന്ന പേരെഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനോട് ചേർന്നവന്റെ കുഞ്ഞു ഫോട്ടോയും. അവൾ അതിൽ പതിയെ വിരലുകൾ കൊണ്ടൊന്ന് തലോടി. അതിന് താഴെയായി ഒരു കുഞ്ഞു കവിത കൂടി സ്ഥാനം പിടിച്ചിരുന്നു. അവ അവസാനിക്കുന്ന ഭാഗത്ത് എഴുതി ചേർത്ത പേര് അവളുടെ ചുടികളിൽ ഒരു പുഞ്ചിരി തെളിയിച്ചു. ശിവദാസ് ശങ്കർ. ഓർമ്മകൾ അവളെ ആ കോളേജ് മുറ്റത്തേക്ക് എത്തിച്ചിരുന്നു. കുന്നിൻ മുകളിലെ സ്വർഗം അതായിരുന്നു അവിടെ. ഉയർന്നു നിൽക്കുന്ന പ്രദേശത്തേക്കുള്ള കയറ്റം മുഴുവൻ കോളേജിന്റെ ഭാഗമായിരുന്നു. ഇരുവശങ്ങളിലും മരങ്ങളാൽ നിറഞ്ഞ ആ വഴി നടപ്പാതെ റോഡ് രണ്ടായി തിരിച്ചിരുന്നു. പൊതുവെ ആരോടും വലിയ അടുപ്പം വെച്ച് പുലർത്താത്ത പ്രകൃതമായിരുന്ന താൻ അവനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നാണെന്ന് അറിയില്ല. എല്ലാവരുടെയും പ്രിയങ്കരനായ ആദിത്യന്റെ സൗന്ദര്യമോ സ്വഭാവമോ ആയിരുന്നില്ല തന്നെ ആകർഷിച്ച്, മറിച്ച് അവന്റെ സംസാരമായിരുന്നു. സ്റ്റേജിൽ കയറിയുന്നവൻ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും എത്ര ബഹളമാണെങ്കിലും സദസ്സ് നിശബ്ദമാവുമായിരുന്നു. വാക്കുകൾ കൊണ്ട് ആരെയും കെട്ടിടാൻ കഴിയുന്ന ഒരു പ്രത്യേകത അവനുണ്ടായിരുന്നു.
വളരെ നല്ല എഴുത്തുകാരനായിരുന്ന അവന് തൻ്റെ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കണമെന്നും വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അവന് മുന്നിൽ സങ്കടങ്ങളുടെ കെട്ടഴിക്കുന്ന ആരുടെയും മുറിവുണക്കാനുള്ള മരുന്നായിരുന്നു അവൻ്റെ വാക്കുകൾ. സ്റ്റേജിൽ കയറി അവൻ പറയുന്ന ഓരോ വാക്കുകളിലും ഓരോ മനുഷ്യരുണ്ടായിരുന്നു. അതിൽ ചിലത് തൻ്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ മറ്റൊന്ന് തൻ്റെ നേരെ എതിർദിശയിലേക്കായിരിക്കും നീങ്ങിപ്പോകുന്നത്. അവൻ്റെ സംസാരത്തിനോടുള്ള ആരാധനയാവാം മനസ്സിൽ അവനെന്ന് വിത്ത് പാകിയത്. ആരാധന ഭ്രാന്തമായ പ്രണയത്തിന് വഴിമാറിയെന്നത് പോലും താൻ അറിയാൻ ഏറെ വൈകിയിരുന്നു. അവനോടൊന്നും മിണ്ടാൻ, എന്തിനേറെ അവനെയൊന്ന് പരിചയപ്പെടാൻ പോലും കഴിയാതെ നിന്നിരുന്നവൾ അവനെ കാണുന്നതിൽ മുടക്കം വരാതിരിക്കാൻ വേണ്ടിയാണോ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത ശേഷം തളർച്ചകളെല്ലാം മാറ്റിവെച്ച് കോളേജിൽ പോയിരുന്നത്. +2 ശേഷം പഠിത്തം നിർത്താൻ ചെറിയമ്മ പറഞ്ഞെങ്കിലും അവിടെ ജയിച്ചത് അച്ഛൻ്റെ വാശിയായിരുന്നു. പഠിത്തം കഴിഞ്ഞെന്തെങ്കിലും ജോലി കിട്ടിയാലെങ്കിലും താൻ രക്ഷപ്പെടുമല്ലോ എന്നായിരുന്നു അച്ഛൻ്റെ മനസ്സ് മുഴുവൻ. എങ്കിലും എന്തെങ്കിലും കാരണം കിട്ടാൻ ചെറിയമ്മ കാത്തിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.